എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വ്യത്യസ്തമായ പായസമാണ്. ഇന്ന് മാക്രോണി വെച്ചാണ് പായസം ഉണ്ടാക്കണേ. അപ്പോൾ ആദ്യം ഈ മാക്രോണി ഒന്ന് ജസ്റ്റ് മിക്സിയിൽ ഒന്നിങ്ങനെ കിർക്കിർന്നാക്കിയിട്ട് വരണം. അപ്പം കേപ്പിച്ചു കറന്ന് കേട്ടു. ഇനി കേക്കണ്ട. ഇതൊന്ന് മിക്സിയിലൊന്ന് ഞാൻ ആവശ്യമില്ല. ഞാൻ ഇവിടെ എന്തിട്ട് കാണിക്കണ്ടേന്ന് പറയാം. ഇതല്ലേ ആദ്യമേ വെച്ചത് കത്തിക്കട്ടേന്ന്. ഇതൊക്കെ കൊണ്ടുവച്ചിട്ടാണ് അത് കാരമൽ ചെയ്ത് ഞാൻ ഇങ്ങനെ ചെയ്യേണ്ടി വരും. വേണ്ട അത് ഞാൻ പിടിച്ചോളാം. ഒരു കാര്യം ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ ചെയ്യൂല എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ കാണിക്കണ്ടേ? അടുപ്പ് കത്തിക്കുക, പഞ്ചസാര ഇങ്ങനെ നിരത്തിയിടാം. അത് അടിപിടിക്കണ കാര്യല്ലേ? അതെ. അപ്പൊ ഇത് ഞാൻ പിടിച്ചോളാം. അതല്ലേ മലയാളത്തിൽ, അതല്ലേ മലയാള ഭാഷയിൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞത്. കുറുമ്പിന് കൈകാലം വെച്ചതാണ്. അപ്പൊ നമുക്ക് ആദ്യം അടുപ്പൊന്ന് കത്തിക്കാം, പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്യണം. ഇത് മതിയാ? ഇതിൽ ചിലത് പൊട്ടിയിട്ടില്ല, അതാ പൊടിഞ്ഞു പോവരുത് കേട്ടാ. അപ്പൊ ഗ്യാസ് കത്തിച്ചു. ഇവിടെ ഗ്യാസ് കത്തിച്ചിട്ടുള്ളൂ. ഞാൻ അപ്പത്തേക്ക് പൊടിച്ചോണ്ട് വന്നു. ഒരു കപ്പ് പഞ്ചസാര ഇങ്ങനെ ആക്കിക്കണം. അതെ. ഇനി പഞ്ചസാര പതുക്കെ ഒന്ന് ഉരുകണം. ഇത് അധികം ഇളക്കാതിരിക്കണ നല്ലത്. ഇങ്ങനെ ഉരുകി തുടങ്ങുമ്പോ നമുക്ക് പതുക്കെ ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ പാത്രം മൊത്തമാവും. ഉപ്പും പഞ്ചസാരയും പുളിയൊന്നും ഇല്ല. ഇത് പഞ്ചസാര കരിയണ വരെ അങ്ങോട്ട് ഇളക്കുക. കരിയരുത്. അപ്പൊ നമ്മുടെ പഞ്ചസാര ഉരുകി തുടങ്ങി. തീ വളരെ കുറച്ച് വെച്ചിട്ടാണ്. ഒന്നാമത് ഓട്ടുരുളിയും കൂടിയാണേ. ബട്ടർ സ്കോച്ചിന്റെ ടേസ്റ്റ് ആയിരിക്കും പായസത്തിന്, അല്ല മിതോ? എന്താ മണത്ത് നോക്കണേ? അതിനല്ല ബട്ടർ സ്കോച്ചിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കഴിക്കാൻ താണ്ടായിട്ടല്ലേടോ, പിന്നെന്തിനാ കഴിക്കണേ? അപ്പം ഇതിങ്ങനെ കാരമലായി. ഇത് ആ കളർ ഇങ്ങനെ ഒരു തേനിൻ്റെ കളർ വന്നു. ഈ സമയത്ത് നമുക്ക് അതിൽ നിന്ന് ഒരു പകുതി ബട്ടർ ഇതിൽ ഇട്ട് കൊടുക്കും. മുഴുവൻ എടുക്കണ്ട, മുഴുവൻ വേണ്ട. അൺസോൾട്ടഡ് ബട്ടർ, ഉപ്പില്ലാത്ത ബട്ടർ വേണം കേട്ടോ. ഇനി നമുക്ക് പാല് ചേർക്കണം. ചേർത്തോട്ടെ? ഇനി നമുക്ക് പാല് ചേർക്കാം കേട്ടോ. ഇതാ പതുക്കെ പതുക്കെ. എല്ലാ പാക്കറ്റും ഒഴിക്കാലോ. പിന്നെ 6 പാക്കറ്റ് മിൽക്ക്. എടാ ഇതിൽ നിന്നൊരു കുറച്ച് വെള്ളം, കുറച്ച് മതിയേ. അതെയോ? ഒത്തിരി കൂടെ വെച്ചോളൂ. മതി. ഇനി ആ പാത്രം വലിയമ്മയ്ക്ക് കൊടുത്തോളൂ. വേണ്ട നമുക്ക്. ബട്ടർ വേണോ? ഇനി ബട്ടറും വേണ്ട, എല്ലാം മതി. മിൽക്ക് മേഡും വേണ്ട, ഞാൻ കഴിച്ചോട്ടെ. അത് വേണം. ഇനി പാല് പതുക്കെ. ഇതും പിടിച്ചൊരു മണിക്കൂറായി ഒരു തീരുമാനം ഉണ്ടാക്കും. അല്ല, ഇത് തിളയ്ക്കാണ്ട് ഇനി അതിലൊരു തീരുമാനം എനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. പാല് തിളച്ചു. മക്രോണി ഇറക്കട്ടെ? തിളച്ചൂലോ? അട പോലത്തെ മക്രോണി. ഞാനിങ്ങനെ പൊടിച്ചതുകൊണ്ടാ കറക്റ്റ് അടയുടെ ഷേപ്പിൽ. അതുകൊണ്ട് ഇത് കുടിക്കുമ്പോൾ പാലട കുടിക്കുന്ന അതേ സ്വാദായിരിക്കും. എന്തായാലും എൻ്റെ കഴിവേ. ഇങ്ങനെ ചേർക്കാം. ഇനി ഞാൻ ഇളക്കണം കുറച്ചു നേരം. നല്ല കാര്യം. ഇളക്കാം. ഭയങ്കര ഇടലൊക്കെ ഇട്ടിട്ട് എന്തുപറ്റി? കുട്ടികളൊക്കെ അല്ലേ? മാറിയിരുന്ന് ഇളകും. എല്ലാ പ്രാവശ്യവും പാചകത്തിൽ അച്ഛനല്ല അമ്മയ്ക്ക് ഒരു പാട്ട് പാടി തരുന്ന, അമ്മ ഒരു പാട്ട് പാടി കൊടുക്കും. എൻ്റെ അമ്മേ കൊടുക്ക്. എടാനുള്ള സ്നേഹം കളയാനാ. നീ പാട്. നിന്നില് ഗായിക അറിയട്ടടി. ഞാൻ ഗായിക അല്ല, എനിക്ക് അറിഞ്ഞുകൂടാ. അമ്മോ, എൻ്റെ പൂക്കളം കണ്ടായിരുന്നു നിങ്ങള്? വലിയ പൂക്കളം. എന്ത് പൂക്കളം? വലിയ പൂക്കളം. എന്താണെന്ന് അറിയില്ല, പൂക്കളത്തിലെ വാടാൻ വേണ്ടി മാത്രം നന്നാക്കാൻ. അങ്ങനെ കുറെ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറ്റില്ല. അത് പറ്റില്ല. അതേപോലെ കഴിഞ്ഞ ദിവസം പറഞ്ഞ നാളികേരം വെച്ചിട്ടുള്ള ഒരു പരിപാടിയും പറ്റില്ല. നാളികേരം കൊത്തെടുക്കാൻ പറ്റില്ല, ചിരണ്ടാൻ പറ്റില്ല, നാളികേരം പാലെടുക്കാൻ പറ്റില്ല. അതൊന്നും എനിക്ക് പറ്റില്ല. എന്താ? അതിനൊരു റീസൺ വേണ്ടേ? ഇഷ്ടമല്ല, ഇഷ്ടം ഒരുപാടത്.
അപ്പൊ പിന്നെ കൂട്ടാനൊക്കെ വെക്കുമ്പോ എന്ത് ചെയ്യും? അതിനുള്ള അമ്മയുള്ളത്. പിന്നെ എന്താ ഇഷ്ടമല്ലാതെ പാത്രം കഴുകാൻ ഇഷ്ടമാണ്. പാത്രം കഴുകാൻ ഇഷ്ടം പറഞ്ഞാൽ കുറേ സോപ്പും കുറേ വെള്ളവും അതിങ്ങനെ ഇങ്ങനെ കേൾക്കണം സോപ്പിന്. അതെ, നിറയെ പതങ്ങനെ ഓരോ പാത്രത്തിലും ഒരു കൊട്ട സോപ്പ് വേണം. കൊള്ളാം. പിന്നെന്താ തിന്നാൻ ഇഷ്ടമാണോ? ഇഷ്ടമായിരുന്നു, പക്ഷെ ഇനിയിപ്പോ ഇഷ്ടമല്ല. അച്ഛൻ ചീത്ത പറഞ്ഞോ? ചീത്ത ഒന്നും പറഞ്ഞില്ല, എന്നാലും ഡയറ്റ് ഒക്കെ നിർത്തി കുത്തണ പോലത്തെ വർത്താനം പറഞ്ഞു. എന്തിനാ അച്ഛൻ കുത്തണ വർത്താനം പറഞ്ഞേ? ഇതിപ്പോ ഇത്ര പായസം ആർക്ക് വേണ്ടി ഉണ്ടാക്കണേ? നിങ്ങൾ 3 പേർക്ക്. അതെ, ഷോപ്പ് എന്റെ മോള് കുടിക്കൂലേ? തേങ്ങ വേണ്ട, നിർത്തി, അവസാനിപ്പിച്ചു ഞാൻ. ഇന്നലെ മുരളി മാമന്റെ അവിടെ കല്യാണത്തിന് കൊണ്ട് പായസം കുടിച്ചോ നീ? എന്ത് പായസം കുടിച്ച? പാലുണ്ടായിരുന്നു, പരിപ്പും ഉണ്ടായിരുന്നു. ഏതാ ഇഷ്ടായ? പരിപ്പ്. രണ്ടും നല്ലതായിരുന്നു, പക്ഷെ ആദ്യം പരിപ്പ് ഒഴിച്ചോണ്ട് അതാ ഇഷ്ടപ്പെട്ടെ. ആദ്യം പാലിൽ ഒടിച്ചിട്ട് നിങ്ങൾ അത് ഇഷ്ടപ്പെട്ടനെ. പഞ്ചസാര ചേർക്കാറായില്ല? ഏയ്, അത് വേവണ്ടേ? എന്തോ നമ്മൾ ഇത്തവണ പഞ്ചസാരക്ക് പകരം എന്താ ചേർക്കാ? എന്നെ കൊണ്ട് ഇതിന്റെ പഞ്ചസാര മേടിപ്പിച്ചേ. പഞ്ചസാര കാരമൽ ഇതില്ലേ നമ്മള്, എന്നിട്ട് ഇത് ചേർക്കും. പോരായ്മ ഉണ്ടെങ്കിൽ മാത്രമേ പഞ്ചസാര ചേർക്കുള്ളൂ. ഈ ഇടിവെട്ടും കനത്ത മഴയുടെ ഇടയിൽ എന്നെ കടയിൽ വിട്ട്. എടോ, താൻ കടയിൽ പോകുമ്പോ ഇടിവെട്ടും കനത്ത മഴ ഉണ്ടായില്ല? അതിന് മുന്നും ഉണ്ടായിരുന്നു, കഴിഞ്ഞും ഉണ്ടായിരുന്നു. അതിന് മുമ്പ് ഇടിവെട്ടും കനത്ത മഴ ഉണ്ടായിരുന്നു. ക്ഷമിക്കും, പോട്ടെ. കല്യാണോ കഴിഞ്ഞു പോയ അമ്മ അങ്ങനെ ഉപദ്രവിക്കൂലല്ലോ. എന്നാലും വിളിക്കും. മിഥു, അത് മേടിച്ചിട്ട് വരുമോ? അല്ല, സത്യായിട്ടും വലങ്കൈ. ഞാൻ പോകുമ്പോഴേ എന്റെ വില എല്ലാവർക്കും മനസ്സിലാവുള്ളൂ. അവിടെ വില ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എത്ര കിലോ ഉണ്ടാവും? അത് പോകുമ്പോ പറഞ്ഞാൽ മതി. അല്ല, എന്നാലും ഏകദേശം 1 കിലോക്ക് ഇത്ര രൂപ ഉണ്ടാവില്ലേ? ഇതിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കും. അത് വേവിട്ടിടോ, ഇളക്കി മതിയായിട്ടുണ്ടാവേ. കഴിഞ്ഞ ദിവസം ഞാൻ ഉണ്ടാക്കി അവൽ പായസം ഉണ്ടാക്കി ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ ആരോ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇല്ലേ? അതുപോലെ കാളനും കൂട്ടുകറി ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് നന്നായി എന്ന് പറഞ്ഞിട്ട് ആരോ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇതൊക്കെ കണ്ണേട്ടൻ്റെ മൊബൈലിൽ വാട്സപ്പിൽ വരുന്ന മെസ്സേജസ് ആണ്. അതിങ്ങനെ കണ്ണേട്ട പ്ലേ ചെയ്യുമ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കേൾക്കണ കേൾവികളാണ്. ആരുടെയാണെന്ന് അറിയാൻ പറ്റൂല നമുക്ക്. വണ്ടി ഓടിക്കാൻ അത് കളിക്കണ ഭക്ഷണ സാധനത്തിന്റെ മുമ്പില്. മധുരം ചേർത്തോളൂ. അതെയാവുമ്പോ പറയണേ. അത് ഫുള്ള് ചേർക്കേണ്ടി വരും, പഞ്ചസാര ചേർക്കുന്നില്ലല്ലോ. ഷുവർ. ഇച്ചിരി ബാക്കി വയ്ക്കാല്ലേ? വേണ്ട. എൻ്റെ അച്ഛനും ചേട്ടനും വേണ്ട, മധുരം തികയില്ല. ഇതൊക്കെ മതി. എൻ്റെ അച്ഛനും ചേട്ടനും കഴിച്ചിട്ടുള്ള മധുരമൊക്കെ തികഞ്ഞാൽ ഈ വീട്ടില് ഇച്ചിരി കൂടുതലുണ്ട്. മൊത്തം ചേർക്കട്ടെ എന്നാ? തന്നെയല്ലേ മലയാള ഭാഷയിൽ പറഞ്ഞത്. ഇതിലുണ്ട്, നിന്നെ വിരലിട്ട് അങ്ങനെ. അപ്പോഴാണ് കൈ മുറിയുള്ളൂ. സത്യമായിട്ടും ഈ വീഡിയോ കാണുന്ന എത്ര പേര് ചെറുപ്പത്തില് ഇതിങ്ങനെ കൈ കൊണ്ട് എടുത്തിട്ട് കൈ മുറിഞ്ഞിട്ടുണ്ട്? ചോരയും മിൽക്കും വേണ്ടി ഒന്നിച്ച് കഴിച്ചിട്ടുണ്ട്. എൻ്റെ ഒക്കെ കൈ മുറിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആരുടെ കൈ മുറിയാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഇപ്പൊ ആരാ കളിക്കണേ? കളിച്ച അത് വീഴണ്ടേ? പായസം തയ്യാർ. കശുവണ്ടി മുന്തിരി വറുത്തിടണമെങ്കിൽ ഇടാം. ഞാൻ കൊണ്ടുവച്ചപ്പോൾ ഇവര് വേണ്ടാന്ന് പറഞ്ഞു. ശരിക്കും പാലടയുടെ പോലെ ഇതിപ്പോ കുറച്ച് എന്താ പറയാ, നമ്മുടെ ബട്ടർ സ്കോച്ചിന്റെ ഒരു ഫ്ലേവറുള്ള പായസമാണ്, എന്നാലും പാലടയുടെ ഒരു രൂപമാണ്. അപ്പം അതുകൊണ്ട് ഇവർക്ക് വേറെ ഒന്നും ചേർക്കണ്ടെന്ന് അവർ പറയണേ. അതുകൊണ്ട് ഒന്നും ചേർക്കണില്ല. ഓഫ് ചെയ്തോട്ടെ? അടുപ്പ് ഓഫ് ചെയ്യാണ്. നോക്കൂ, ശരിക്കും ഇത് പാലട പോലെ തന്നെ ഇരിക്കുന്ന. 99% പാലട പോലെ ഉണ്ട്. ടേസ്റ്റ് എനിക്കറിയില്ല. അപ്പോൾ നാളെ മറ്റൊരു വിഭവമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഇന്നത്തെ വിഭവം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമസ്തേ.